അസ്സലാമു അലൈക്കും. പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകം ഐതിഹാസികമായ ഒരു സെക്രട്ടേറിയറ്റ് വളയൽ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഈ വേദി എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ അവ്യക്തതകളില്ലാത്ത ഒരു വേദിയാണ്. അവ്യക്തതകളും കൺഫ്യൂഷനും സാവകാശവും ആവശ്യമുള്ള ഒരാളും ഈ വേദിയിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഈ വേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് നടത്തിയ ലൊക്കേഷൻ വളരെ പ്രധാനമാണ്. കാരണം 40-ലധികം ചീഫ് സെക്രട്ടറിമാരുള്ള ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിൽ ഒരാൾ പോലും പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളില്ല എന്നതാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ജാതി സെൻസസ് നടത്തുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ മുന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്. മൂന്നാമത്തെ പ്രാധാന്യം ഇതിൻ്റെ സമയ പ്രാധാന്യമാണ്. കാരണം നരേന്ദ്രമോദി ഇന്ന് കേരളം സന്ദർശിക്കുന്ന ദിവസമാണ്. തൃശ്ശൂരിൽ അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തുന്നുണ്ട്. അപ്പം നരേന്ദ്രമോദിക്ക് കേരളത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ്. കാരണം നിങ്ങൾ കണ്ട ഇന്ത്യ അല്ല കേരളം എന്ന് പറയുന്നത്. ജനാധിപത്യ ബോധമുള്ള ഒരു ജനസഞ്ചയം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മീഡിയകളൊക്കെ ആഘോഷമാണ്, റോഡ് ഷോ ആണ്. 3 മണിക്ക് റോഡ് ഷോ ആരംഭിക്കാൻ പോവാണ്. നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുന്നത് എന്തിനാന്ന് നമുക്കറിയാം. ഈ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ആദ്യം ആവശ്യം ഉന്നയിച്ചൊരു പാർട്ടിയാണ് BJP 2010. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. എന്നിട്ട് നരേന്ദ്രമോദി അതിന് പറയുന്ന കാരണം ഈ രാജ്യത്തെ യൂണിറ്റിയെ തകർക്കുമെന്നാണ്, ഐക്യത്തെ തകർക്കുമെന്നാണ്. ആരാണ് പറയുന്നത്? രാജ്യത്ത് വിദ്വേഷത്തിന് ഒരു ഓസ്കാർ അവാർഡ് ലോകം നൽകി ആദരിക്കാമെങ്കിൽ അത് 3 ആളുകൾ കൊടുക്കണം. അതിൽ ഒന്നാമത്തെ ആള് നരേന്ദ്രമോദി, മറ്റൊന്ന് ബെഞ്ചമിൻ നെതന്യാഹു, അതുപോലെ തന്നെ ജോ ബൈഡനാണ്. അത് ആ കൂട്ടത്തിൽപ്പെട്ട വിദ്വേഷ പ്രചാരണം അടിസ്ഥാന മൂലധനമാക്കി രാജ്യത്തിന്റെ സിംഹാസനത്തിലേക്ക് വന്ന പ്രധാനമന്ത്രിയാണ് പറയുന്നത് രാജ്യത്തിന്റെ യൂണിറ്റ് തകർക്കും ജാതി സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ജാതി സെൻസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നമുക്ക് ജാതി സെൻസസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആവശ്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഈ ജാതി സെൻസസ് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. കാരണം നമുക്ക് 90 വർഷം മുമ്പുള്ള ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ 90 വർഷത്തെ പോളിസി നടക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ച കാലത്താണ് ജാതി സെൻസസ് നടപ്പിലാക്കിയത്. ആ ജാതി സെൻസസിന്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജ്യം ഭരിച്ച ജനാധിപത്യ രാജ്യം ഭരിച്ച ഭരണകർത്താക്കൾ പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പോളിസിയിൽ എത്രമാത്രം അബദ്ധമുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രാജ്യത്ത് ജാതി സെൻസസ് എന്ന് പറയുന്നത് ജനസംഖ്യാ സെൻസസ് അല്ല, അതൊരു ഡെമോഗ്രാഫിക്കലായുള്ള സെൻസസ് അല്ല. അത് രണ്ടും വ്യത്യാസമുണ്ട്. എത്ര ഈഴവരുണ്ട്, എത്ര ദലിതരുണ്ട്, എത്ര SC ഉണ്ട്, എത്ര മുസ്ലിം ഉണ്ട് എന്ന് പറയുന്ന കണക്കല്ല ജാതി സെൻസസ് എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ വിഭവാധികാരത്തിൽ ഏതൊക്കെ ജാതികൾക്ക് അധികാരമുണ്ട് എന്ന് പുറത്തു കൊണ്ടുവരുന്ന കണക്കാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അധികാരമാർക്കാണ്, ഈ രാജ്യത്തിന്റെ അതുപോലെ തന്നെ ഉദ്യോഗ അധികാര പ്രാതിനിധ്യമാർക്കാണ്. അപ്പൊ പ്രാതിനിധ്യമാണ് ഏറ്റവും വലിയ സാമൂഹ്യ നീതി. ഇന്ന് കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിണറായി വിജയനും യഥാർത്ഥത്തിൽ കാസർഗോഡ് നിന്നോ അതോ കണ്ണൂരിൽ നിന്നോ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിന് ഈ ജാതി സെൻസസ് ആവശ്യമുണ്ടോ എന്നാണ്. ജാതി സെൻസസ് ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് മുമ്പ് ഭൂസമരം നടത്തിയ സമയത്ത് വെൽഫെയർ പാർട്ടിയോട് ഇത് CPM അടക്കമുള്ള ആളുകൾ ചോദിച്ചതാണ്, ഈ സമരം കേരളത്തിന് ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം നടത്തിയ സംസ്ഥാനമാണല്ലോ കേരളം. ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. കാരണം 10,000-കണക്കിന് മനുഷ്യർ ഇന്നും ഭൂമിയില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ജാതീയരാണ്, അത് ദലിതരാണ്, SC/ST വിഭാഗങ്ങളാണ്. അപ്പൊ ഭൂസമരം എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒടുവിൽ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഭൂമി വിതരണങ്ങൾ നടക്കുന്നത്. ഭൂമി ഇല്ല എന്ന് മനസ്സിലായി. അത് ആദ്യം ഏക്കർ ലിമിറ്റ് ഇല്ലാതെ കൈകാര്യം ചെയ്ത ആളുകൾ 15 ഏക്കറിലേക്ക് വന്നു എന്നുള്ളതാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ട്രസ്റ്റിന്റെ പേരിലാക്കി, വ്യക്തിയുടെ പേരിൽ. ഇതാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഭൂമിയുടെ അധികാരത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ചോദ്യം അവശേഷിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ നവകേരള സദസ്സ് അവസാനിച്ച് കുറെയൊക്കെ റെസ്റ്റ് എടുത്ത്
യഥാർത്ഥത്തിൽ ഒരു സമനില വീണ്ടെടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ആർഭാടത്തിനിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പരിവാരങ്ങളാണ് ധാരാളം. യഥാർത്ഥ സ്വന്തം വണ്ടിയിൽ 50% മുന്നോക്ക വിഭാഗത്തെ വഹിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഈ സംസ്ഥാനത്ത് നിങ്ങൾ ജാതി സെൻസസ് ആവശ്യമുണ്ടോ എന്നാ ചോദിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെക്രട്ടേറിയറ്റിന്റെ കണക്ക് മാത്രം എടുത്താൽ മതി, കേരളത്തിന്റെ കണക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇവിടത്തെ വിഭവാധികാരത്തിന്റെ മേലുള്ള അധികാരം, വിഭവത്തിന്റെ മേലുള്ള അധികാരമാർക്കാണ് എന്ന ഒരു ക്രൂഷ്യലായ ചോദ്യം ചോദിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കഴിയില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നടപ്പിലാക്കിയ പ്രമേയം അത് നടപ്പിലാക്കിയാൽ മതി. വെൽഫെയർ പാർട്ടിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സമുദായ മുന്നണികളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടില്ല. 2021 ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് CPM ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയേക്കാൾ CPM വിലമതിക്കുന്നത് NSS-നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ ജാതി സെൻസസ് പിന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, UDF-ന്റെ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ പത്രക്കാർ ചോദിച്ചു ഇത് ഇവിടുത്തെ യൂണിറ്റിയെ തകർക്കില്ലേ. അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടുത്തെ ഐക്യത്തെ തകർക്കും ഈ പ്രമേയം എന്നാണ്. അപ്പൊ രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ മൈക്ക് പിടിച്ച കൂട്ടത്തിൽ എത്ര OBC-കാരുണ്ട്? ഒരൊറ്റ ആള് മാത്രമാണ്. 100 കണക്കിന് പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ അരുന്ധതി റോയുടെ ലേഖനമുണ്ട്. 76% ഈ രാജ്യത്തെ എഡിറ്റോറിയൽ ബോർഡിന്റെ 76% മുന്നാക്ക വിഭാഗക്കാരാണ്. ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ അധികാരമാർക്കാണ്. അദാനി ആരാണ്? അതുപോലെ അംബാനി ആരാണ്? ബിർള ആരാണ്? നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. വൈശ്യരാണ്. വൈശ്യർ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ വിഭക്തിയിൽ സമ്പത്തിന്റെ, വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും അധികാരം പതിച്ചു നൽകിയവർക്ക് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ സമ്പത്തിന്റെ അധികാരം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ 16% വരുന്ന ആളുകൾ 74% സമ്പത്ത് കൈകാര്യം ചെയ്യുകയാണ്. ഈ 16%-ൽ 60% മുന്നാക്ക വിഭാഗക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജാതി സെൻസസ് എന്ന് പറയുന്നത് ഈ രാജ്യം ഇന്നവരെ ശീലിച്ച ജനാധിപത്യ ബോധത്തിന് കൂടുതൽ തെളിച്ചവും അതുപോലെ തന്നെ വ്യക്തതയും നൽകുന്ന പുതിയൊരു ജനാധിപത്യ ക്രമത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. ആ പുതിയൊരു ജനാധിപത്യത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ആർജവമുള്ള ഉത്തരം നൽകാൻ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു പ്രമേയം അജണ്ടയാക്കിയവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലാത്ത ഒരാൾക്കും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കാൻ എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മുസ്ലിം സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് മേനി നടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും കേരളത്തിൽ ഇതിനാവശ്യം ഉന്നയിക്കാത്തത് അവരുടെ ദേശീയ നേതൃത്വങ്ങളല്ല. ഇതിനാവശ്യം ഉന്നയിച്ചിട്ടും അതിൽ ഒരു ഫർദറായ ഒരു മുന്നോട്ട് പോക്കും നടത്താത്തതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളം വികസിച്ചിട്ടില്ല, കേരളം പുരോഗതിയിലെത്തിയിട്ടില്ല. ജനാധിപത്യപരമായ ആർജവം കേരളം നേടിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ 90 വർഷത്തെ കണക്ക് സംസാരിക്കട്ടെ. അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സാമ്പത്തിക സർവേയെ കുറിച്ച് സംസാരിക്കാണ് CPM സെക്രട്ടേറിയറ്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ഉള്ള ആളുകളെ കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. കാരണം BJP ഭരിക്കുന്ന സംഘപരിവാർ ആധിപത്യമുള്ള സംസ്ഥാന സർക്കാരുകളിൽ, സംസ്ഥാന ഗവൺമെന്റുകളിൽ അവിടെ സാമ്പത്തിക സംഭരണം നടപ്പിലാക്കാൻ യോഗി ആദിത്യനാഥ് പോലും 2 പ്രാവശ്യം ആലോചിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിവേഗത്തിൽ സാമ്പത്തിക സംഭരണം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഒരു റിസർച്ച് അതിൽ നടന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നടപ്പിലാക്കിയപ്പോ എത്ര പിന്നാക്കക്കാരുടെ അവകാശങ്ങളെയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ എത്ര റിസർവേഷൻ കട്ട് ഓഫുകളാണ് അതുവഴി ഇല്ലാതെയായത് എന്ന് സമീപകാലത്തെ പഠനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർന്ന് ഇവിടെ പാലോളി കമ്മീഷനെ ചുമതലപ്പെടുത്തി നടപ്പിലാക്കിയ കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 80-20 എന്നുള്ള അനുപാതം ജനസംഖ്യ അനുപാതത്തിലേക്ക് കൊണ്ടുവന്നപ്പോ ഈ വർഷം 14,000 സ്കോളർഷിപ്പാണ് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ കുറിച്ചുള്ള ആർജവമുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് എല്ലാ കണ്ണുകളും, ക്യാമറ കണ്ണുകളും, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും തൃശ്ശൂരിൽ ഏകാധിപത്യത്തിലേക്ക് കുറുവടിയന്തി നരേന്ദ്രമോദി നടത്തുന്ന റോഡ് ഷോയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തെയും നീതിബോധത്തെയും സാമൂഹ്യ നീതിയെയും സമത്വത്തെയും ആർജവത്തോടു കൂടി ഉന്നയിക്കാൻ ശേഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു റോഡ് ഷോയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം ഉന്നയിക്കേണ്ട സമയത്ത്, ചോദ്യം ഉന്നയിക്കേണ്ട സ്ഥലത്ത്, ചോദ്യം ഉന്നയിക്കേണ്ട നേരത്ത് ഉന്നയിച്ചു വന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ അണിനിരത്തേണ്ടവരെ മുഴുവൻ
പോകാൻ അണിനിരത്തിയതാണ്. കാരണം പിന്നാക്ക വിഭാഗങ്ങളുടെ മുഴുവൻ ജനവിഭാഗങ്ങളെ പ്രതിനിധികൾ ഈ സംഗമത്തിൽ വളരെ പ്രയാസപ്പെട്ട് ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മതസംഘടനകളുടെ പ്രാതിനിധ്യങ്ങൾ ഈ സംഗമത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സാമൂഹ്യ നീതിയുടെ വിളിയാളത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും പക്ഷഭേദമില്ലാതെ ജാതിഭേദമില്ലാതെ ഒരു വേദിയിൽ അണിനിരത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റ് നടപ്പിലാക്കാൻ ആർജവം കാണിക്കേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബീഹാർ നടപ്പിലാക്കി, ആന്ധ്രാപ്രദേശ് ആ കണക്ക് പുറത്തുവിടാൻ പോവാൻ. ജനുവരി മുതൽ ആന്ധ്രാപ്രദേശ് നാടോടി വർഗത്തിന്റെയും കണക്കുൾപ്പെടുത്തി ഇന്ത്യയിൽ ആദ്യത്തെ ജാതി സെൻസസ് നടപ്പിലാക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ മഹാരാഷ്ട്ര നേരത്തെ നടത്തി, അതുപോലെ തന്നെ കർണാടക നടത്തി. പക്ഷെ അതിന്റെ ഡാറ്റകൾ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകൾ പലതും ആർജവമുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ജാതി മാടമ്പത്തിനും മേധാവിത്വത്തിനും വേണ്ടി തങ്ങളുടെ ആർജവമുള്ള ആദർശങ്ങളെ പണയം വെക്കാൻ തീരുമാനിച്ചവർക്ക് ശക്തമായ ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരം അവസാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു സമരത്തിന്റെ, ജനാധിപത്യ ചോദ്യത്തിന്റെ, സാമൂഹ്യ നീതിയുടെ ഏറ്റവും തിളക്കവും വ്യക്തതയുമുള്ള ആർജവമുള്ള മുദ്രാവാക്യങ്ങളായി ഈ അന്തരീക്ഷത്തിലും അധികാരത്തിന്റെ അരമനകളിലും അലയടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമരം